ഹായ്, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി എക്സാമിന് 95% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ മെക്കാനിസം. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ പ്രോബ്ലമാണ് നമുക്ക് സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത്. എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ പ്രോബ്ലം പഠിക്കുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ പാർട്സുകൾ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ സംഭവങ്ങൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ പഠിക്കാണ്ട്. നമുക്കറിയാം പമ്പ് യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ സാധാരണ പമ്പ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ 3 ഡിഫറെൻറ്റ് പാർട്സിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഫസ്റ്റ് പാർട്ട് പിസ്റ്റൺ. ഓക്കെ, നമുക്കറിയാം പിസ്റ്റൺ എന്ന് പറയുന്നത് എങ്ങനെ മൂവ് ചെയ്യുക, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. ടു ആൻഡ് ഫ്രോ മോഷനിലാണ് നമ്മൾ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. ഇതേപോലെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് ഒരു ക്രാങ്ക് ഉണ്ട്. OA എന്ന് പറയുന്ന ഈ ഒരു ലൈനിനെയാണ് നമ്മൾ ക്രാങ്ക് എന്ന് വിളിക്കുന്നത്. ഈ ക്രാങ്ക് ഓൾവേസ് എങ്ങനെ മൂവ് ചെയ്യുക, റൊട്ടേഷനായിട്ടാണ് മൂവ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ ഇത് മൂവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ക്രാങ്ക് എന്ന് വിളിക്കുക. ഈ ക്രാങ്കിനെയും ഈ പിസ്റ്റനെയും കണക്ട് ചെയ്യുന്ന റോഡിനെയാണ് നമ്മൾ കണക്റ്റിംഗ് റോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റൊട്ടേഷനിൽ മൂവ് ചെയ്യുന്നൊരു ക്രാങ്ക് ഉണ്ട്. പിസ്റ്റൺ എന്ന് പറയുന്നത് ടു ആൻഡ് ഫ്രോ മോഷനാണ്, ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ മോഷനാണ്. ക്രാങ്കിന് റൊട്ടേഷൻ മോഷനാണ്. ഈ റൊട്ടേഷൻ മോഷനിലുള്ള ക്രാങ്കിനെയും ട്രാൻസ്ലേഷൻ മോഷനിലുള്ള പിസ്റ്റണിനെയും കണക്ട് ചെയ്യുന്ന റോഡാണ് കണക്റ്റിംഗ് റോഡ്. AB എന്ന് പറയുന്നതാണ് കണക്റ്റിംഗ് റോഡ്. ഓക്കെ, ഈ ABക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ദാറ്റ് ഈസ് കണക്റ്റിംഗ് റോഡിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് പ്യുവർ റൊട്ടേഷനും മറ്റേ എൻഡ് B എന്ന് പറയുന്നത് പ്യുവർ ട്രാൻസ്ലേഷനുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ പോയിൻറ്റ്സ് ഇൻ ബിറ്റ്വീൻ ദ പോയിൻറ്റ് A ആൻഡ് B, എൻ്റെ ബിൻ്റെ ഇടയിലുള്ള ഈ AB ലൈനിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും മോഷൻ എന്ന് പറയുന്നത് കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ആയിരിക്കും. ഈ ഓരോ പോയിൻറ്റിനും എന്തൊക്കെ ഉണ്ടാവും, റൊട്ടേഷനും ഉണ്ടാവും, ട്രാൻസ്ലേഷനും ഉണ്ടാവും. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിലെ കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത് കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇങ്ങനെയുള്ളൊരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ നമുക്കറിയാം 3 പോർഷൻസാണ് നമുക്കുള്ളത്. ക്രാങ്ക് ഉണ്ട് വിച്ച് റെപ്രസെൻറ്റഡ് ആസ് OA, ദെൻ കണക്റ്റിംഗ് റോഡ് ഉണ്ട് റെപ്രസെൻറ്റഡ് ആസ് AB ആൻഡ് എ പിസ്റ്റൺ B. ക്രാങ്കിന് ഒരു ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവും. ക്രാങ്ക് OA ആയതുകൊണ്ട് ആംഗുലാർ വെലോസിറ്റി OA, ലീനിയർ വെലോസിറ്റി VOA. ഇതേപോലെ നമ്മളെ കണക്റ്റിംഗ് റോഡിനും ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവും, ലീനിയർ വെലോസിറ്റി ഉണ്ടാവും കണക്റ്റിംഗ് റോഡിന്. പിസ്റ്റൺ നമുക്കറിയാം ടു ആൻഡ് ഫ്രോ മോഷൻ മാത്രമേ ഉള്ളൂ, ബാക്കും ഫ്രണ്ടുക്കും മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ദെർഫോർ ദർ ഈസ് ഓൺലി ലീനിയർ വെലോസിറ്റി ഓഫ് പിസ്റ്റൺ. ഇങ്ങനെ ഈ 5 വാല്യൂസാണ് നമുക്ക് സാധാരണ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കാൻ ചോദിക്കുള്ളൂ. ഇതിൽ തന്നെ ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് ആൻഡ് ദ ലീനിയർ വെലോസിറ്റി ഓഫ് പിസ്റ്റൺ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ എക്സാമിന് ചോദിക്കുക. പക്ഷേ ഈ 2 വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ ഈ ബാക്കിയുള്ള 3 വാല്യൂസ് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലത്തേക്ക് എടുക്കാം. പ്രത്യേകം പറയുന്നു, ഈ പ്രോബ്ലം സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുക. പ്രോബ്ലം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് സെയിം ടൈപ്പ് തന്നെയാണ് നമുക്ക് സാധാരണ ചോദിക്കുന്നത്. വാല്യൂസിൽ മാത്രമേ കുറച്ച് ഡിഫറൻസ് വരുള്ളൂ, ടൈപ്പിലൊന്നും ഒരു ഡിഫറൻസും വരാതെയാണ് നമുക്ക് പ്രോബ്ലം ചോദിക്കാറ്. ഇവിടെ പ്രോബ്ലം വായിക്കാം. ഇൻ ദ റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ മെക്കാനിസം ഷോൺ ഇൻ ഫിഗർ, crank OA rotates at a uniform speed of 300 RPM. ക്രാങ്കിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 300 RPM, റൊട്ടേഷൻസ് പെർ മിനിറ്റ്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആയതുകൊണ്ട് N is equal to 300 റൊട്ടേഷൻസ് പെർ മിനിറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. N ആണ് റൊട്ടേഷൻസ് പെർ മിനിറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, ക്യാപിറ്റൽ N. ദെൻ ദ ലെങ്ത് ഓഫ് ക്രാങ്ക് ആൻഡ് കണക്റ്റിംഗ് റോഡ് ആർ 12 സെൻറ്റിമീറ്റർ ആൻഡ് 50 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. നമുക്കറിയാം 5th മൊഡ്യൂളിലെയും 6th മൊഡ്യൂളിലെയും എല്ലാ പ്രോബ്ലംസിൻ്റെ യൂണിറ്റ്സുകൾ എന്തായിരിക്കണം, ലെങ്ത് യൂണിറ്റ്സ് ആണെങ്കിൽ എല്ലാം മീറ്ററിലായിരിക്കണം, ടൈം യൂണിറ്റ്സ് ആണെങ്കിൽ എല്ലാം സെക്കൻഡ്സിലായിരിക്കണം, ഇനി എന്തെങ്കിലും ലോഡോ ഫോഴ്സോ ആണെങ്കിൽ എല്ലാതും എന്തായിരിക്കണം, ന്യൂട്ടണിലായിരിക്കണം.
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. ക്രാങ്കിൻ്റെ ലെങ്ത്ത് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആൻസറിൽ ഫിഗർ വരയ്ക്കുമ്പോൾ ഫിഗർ ഓൾറെഡി മീറ്റർക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. ദാറ്റ് ഈസ് 0.12 മീറ്റർ ആണ്. കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്ത് 0.50 മീറ്റർ ആണ്. മീറ്റർക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ. ഫൈൻഡ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ കണക്റ്റിംഗ് റോഡ്. അതായത് ആംഗുലാർ വെലോസിറ്റി നമ്മൾ ഒമേഗ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഒമേഗ എ ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ. വെലോസിറ്റി ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ വി ബി, പിസ്റ്റണിലുള്ള വെലോസിറ്റി. ഒമേഗ എ ബിയും വി ബി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. വെൻ ദ ക്രാങ്ക് മേക്സ് എൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ, ദാറ്റ് ഈസ് ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിലുള്ള ഒമേഗ എ ബിൻ്റെ വാല്യൂ വി ബിൻ്റെ വാല്യൂ ആണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ 300 RPM പകരം ചിലപ്പോൾ 400 500 450 അങ്ങനെ എന്തെങ്കിലും വരും. 12 സെൻറ്റിമീറ്ററും 50 സെൻറ്റിമീറ്ററിനും പകരം വേറെ ഏതെങ്കിലും സെൻറ്റിമീറ്റേഴ്സ് വരും. 30 ഡിഗ്രിക്ക് വരും, വേറെ ഒരു ആംഗിൾ വരും. ഇങ്ങനെ വാല്യൂസിൽ ചേഞ്ച് ചെയ്തിട്ട് മാത്രമേ പ്രോബ്ലംസിൽ വെറൈറ്റി ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. 3 സ്റ്റെപ്പാണുള്ളത്. നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് ക്രാങ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റി, ക്രാങ്കിൻ്റെ ലീനിയർ വെലോസിറ്റി, അതുപോലെ കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ വെലോസിറ്റി, കണക്റ്റിംഗ് റോഡിൻ്റെ ലീനിയർ വെലോസിറ്റി. ഇതാണ് കണക്റ്റിംഗ് റോഡ്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിസ്റ്റൻ്റെ വെലോസിറ്റി. ഈ 5 വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്രാങ്കിൻ്റെ ഒമേഗ ഒ എൻ്റെ വാല്യൂവും വി ഒ എൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം, ഗിവൺ ഡാറ്റയിൽ ക്രാങ്കിൻ്റെ സ്പീഡ് 300 RPM ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ഈ റൊട്ടേഷൻസ് പെർ മിനിറ്റിനെ നമുക്ക് റേഡിയൻസ് പെർ സെക്കൻഡ്, അതായത് ഒമേഗൻ്റെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുള്ള ഇക്വേഷനാണ് ദാറ്റ് ഈസ് ഒമേഗ ഒ എ, ക്രാങ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റി. റൊട്ടേഷൻസ് പെർ മിനിറ്റ് തന്നാൽ ക്രാങ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2πn ഡിവൈഡഡ് ബൈ 60. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് അത്യാവശ്യമുള്ള ഇക്വേഷനാണ്. ഈ പ്രോബ്ലത്തിലെ ഏറ്റവും ബേസിക് ആയിട്ട് ഫസ്റ്റ് പഠിക്കുന്ന ഇക്വേഷനാണ് 2πn/60. ദാറ്റ് ഈസ് 2 × π × n എന്ന് പറയുന്നത് 300 ഡിവൈഡഡ് ബൈ 60. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 31.4 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഒമേഗ ഒ എ. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്കിവിടെ 3 സെറ്റുകൾ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇതൊരു സെറ്റ്, കണക്റ്റിംഗ് റോഡിൻ്റെ വേറൊരു സെറ്റ്, പിസ്റ്റൻ്റെ വേറൊരു സെറ്റ്. ഈ ഓരോ സെറ്റിലെയും ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിയാൽ അടുത്ത വാല്യൂ കിട്ടാൻ ഈസിയാണ്. ഈസിയാന്ന് വരാൻ കാരണം, ഇപ്പോൾ വി ഒ എൻ്റെ ഇക്വേഷനാണ് ഒ എ ഇൻറ്റു ഒമേഗ ഒ എ. വെലോസിറ്റി ഓഫ് എ ബിൻ്റെ ഇക്വേഷനാണ് എ ബി ഇൻറ്റു ഒമേഗ എ ബി. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിയാൽ മറ്റു വാല്യൂ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഇതിലേതെങ്കിലും ഒരു വാല്യൂ കിട്ടിയാൽ അടുത്ത വാല്യൂ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പോൾ ഇവിടെ അടുത്തത് എന്ത് ചെയ്യുക, ഒമേഗ ഒ എൻ്റെ വാല്യൂ കിട്ടി. ഒമേഗ ഒ എ കിട്ടിയാൽ അടുത്ത തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വി ഒ എ, ആ സെറ്റിലുള്ള മറ്റേ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് വി ഒ എ ഈസ് ഈക്വൽ ടു ഒ എ ലെങ്ത് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി ഓഫ് ക്രാങ്ക്. ദാറ്റ് ഈസ് ഒ എ എന്ന് പറയുന്നത് 0.12 മീറ്റർ ഇൻറ്റു 31.4. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3.77 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അടുത്ത് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനാണ് വി ഒ എ ഈസ് ഈക്വൽ ടു ഒ എ ഇൻറ്റു ഒമേഗ ഒ എ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് മനസ്സിലാക്കണം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ക്രാങ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും പിസ്റ്റൻ്റെ വെലോസിറ്റിയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാനുള്ളത് ഫൈ എന്ന് പറഞ്ഞ ആംഗിളാണ്.
ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഫൈ എന്ന് പറയുന്നത് ഈ ഒരു ഒ എ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ശ്രദ്ധിച്ചില്ലേ, ഇതിലെ ഈ ആംഗിളിനെയാണ് നമ്മൾ ഫൈ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഫൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ്. ഫൈൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് ഈസിയാണ്. ഇവിടെ നമ്മൾ കണ്ട ഒ എ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മൾ അതുപോലെ തന്നെ വരച്ചു. ക്രാങ്ക് ആണെന്നൊന്നും നോക്കിയില്ല, ജസ്റ്റ് ആസ് എ ട്രയാങ്കുലർ ഫോമിൽ ഒ എ ബി. ഒ എ എന്ന് പറയുന്ന ലെങ്ത്ത് 0.12, എ ബി എന്ന് പറയുന്ന ലെങ്ത്ത് 0.50, ആംഗിൾ ഒ എന്ന് പറയുന്നത് 30 ഡിഗ്രി, ബി എന്ന് പറയുന്ന ആംഗിൾ 5. ഈ ട്രയാങ്കിളിനെ നമ്മൾ അതുപോലെ തന്നെ വരച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ഫൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമ്മൾ സൈൻ റൂൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സൈൻ റൂൾ എന്ന് വെച്ചാൽ സൈഡിൻ്റെ വാല്യൂ, ഒരു ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിളാണ്, പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സൈഡ് എന്ന് പറയുന്നത് ഒ എ ഡിവൈഡഡ് ബൈ ഒ എൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഫൈ. ദാറ്റ് ഈസ് സൈൻ ഫൈ ഈസ് ഈക്വൽ ടു അടുത്ത സൈഡ് എന്ന് പറയുന്നത് എ ബി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എ ബിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 30 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒ ബി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഈ ആംഗിൾ എഴുതാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫൈ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ മതിയുള്ളതുകൊണ്ട് നമ്മൾ അത്രയും എഴുതി. ദാറ്റ് ഈസ് ഒ എൻ്റെ ലെങ്ത്തിൻ്റെ വാല്യൂ 0.12 ഡിവൈഡഡ് ബൈ സൈൻ ഫൈ ഇസ് ഈക്വൽ ടു എ ബി 0.50 ഡിവൈഡഡ് ബൈ സൈൻ 30 ഡിഗ്രി. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 0.5 സൈൻ ഫൈ ഇസ് ഈക്വൽ ടു 0.12 സൈൻ 30. സോൾവ് ചെയ്യുമ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു 6.89 ഡിഗ്രി എന്ന് വരും. അതായത് ഫൈൻ്റെ വാല്യൂ 6.89. ദിസ് വാസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്രാങ്കിൻ്റെ ഒമേഗ ഒ എയും വി ഒയും കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് തേർഡ് സ്റ്റെപ്പാണ്. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ വെലോസിറ്റി വെക്റ്റർ ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. വെലോസിറ്റി വെക്റ്റർ ഡയഗ്രാംസ് ഏതിൻ്റെയൊക്കെയാണ് വെലോസിറ്റി വെക്റ്റർ ഡയഗ്രാം? ക്രാങ്കിൻ്റെ വെലോസിറ്റി, കണക്റ്റിംഗ് റോഡിൻ്റെ വെലോസിറ്റി ആൻഡ് പിസ്റ്റൻ്റെ വെലോസിറ്റി. ഈ 3 വെലോസിറ്റീസിൻ്റെ വെക്റ്റർ ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഈ 3 വാല്യൂസും കണ്ടുപിടിക്കാൻ ഈ 3 വാല്യൂസിൻ്റെ വെലോസിറ്റി വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ എന്തെടുത്തു? പിസ്റ്റൺ നമുക്കറിയാം ബി ആണ്. ക്രാങ്ക് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ പിസ്റ്റൺ ഏത് ഡയറക്ഷനിലാണ് നമുക്കറിയാം? പിസ്റ്റൺ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും, ഒന്നല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ പിസ്റ്റൺ മൂവ് ചെയ്യുള്ളൂ. ക്രാങ്ക് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പിസ്റ്റൻ്റെ വെക്റ്റർ ഡയഗ്രാം ഈ ഡയറക്ഷനിൽ വരച്ചു. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ബി. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി ബി ആണ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്, ലെഫ്റ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അടുത്തത് നമ്മൾ വി എ ബി ആണ്. വി എ ബി എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡിലെ വെലോസിറ്റി. നമുക്കറിയാം കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത് എ ബി ആണ്. ഈ എ ബിയിലുണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എ ബി കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ആണ്. കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ഉള്ളതിൻ്റെ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് ആയിരിക്കും. അപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലറായിട്ടാണ് എന്തുണ്ടാവുക? നമ്മളെ വി എ ബി എന്ന് പറഞ്ഞ വെലോസിറ്റി ഉണ്ടാവുക, പെർപെൻഡിക്കുലർ ടു ദ ലൈൻ എ ബി. എ ബി എന്ന് പറഞ്ഞ ലൈനിന്, ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മൾ വി ബി ഉണ്ടാവുക. ഈ വെലോസിറ്റിനെ നമ്മളിവിടെ വെലോസിറ്റി വെക്റ്റർ ഡയഗ്രത്തേക്ക് വരച്ചു. ഇതിന് പാരലായിട്ട് നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു. വി എ ബി ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. ദാറ്റ് ഈസ് വിച്ച് മേക്സ് എൻ ആംഗിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? ഇത് നമുക്കറിയാം, ഇത് ടോട്ടൽ 180 ആണ്. ടോട്ടൽ 180ന്ന് ഈ ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ 180ന്ന്
ഫൈൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 6.89 പിന്നെ ഈ 90യും മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത് ഈ ആംഗിളിലുള്ള വാല്യൂ ദാറ്റ് ഈസ് 83.107. ഈ ആംഗിൾ 83.107 ഡിഗ്രി ആയിരിക്കും. വി ബി വരച്ചു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരച്ചു, അതിൻ്റെ ഡയറക്ഷൻ വരച്ചു. ഇനി അടുത്തത് VO ആണ്, ക്രാങ്കിൻ്റെ വെലോസിറ്റി. ക്രാങ്കിൻ്റെ വെലോസിറ്റി പറഞ്ഞ പോലെ ക്രാങ്കിൻ്റെ ഈ സർക്കിളിൻ്റെ ടാൻജൻഷ്യലായിട്ടാണ് നമ്മൾ VOA ക്രാങ്കിൻ്റെ വെലോസിറ്റി ഉണ്ടാവുക. VOA എന്ന് പറയുന്നത് ഈ എ എന്ന് പറഞ്ഞ പോയിൻറ്റിന് ടാൻജൻഷ്യലായിട്ടാണ് ഉണ്ടാവുക. എ എന്ന് പറഞ്ഞ പോയിൻറ്റിന് ടാൻജൻഷ്യലായിട്ടാണ് VOA ഉണ്ടാവുക. VOA എന്ന് പറയുന്നത് ടാൻജൻഷ്യലായിരിക്കും. ദാറ്റ് ഈസ് ദിസ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. ഈ ആംഗിൾ 90 ഡിഗ്രി, ഇത് 30 ആണെങ്കിൽ ഫ്രം ദിസ് ട്രയാങ്കിളിൽ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഈ ലൈനിന് പാരലായിട്ട് നമ്മൾ വെലോസിറ്റി വെക്ടർ ഡയഗ്രത്തിൽ ഒരു ലൈൻ വരച്ചു. ദാറ്റ് ഈസ് VOA ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി. ഇത് 83യും ഇത് 60 ആണെങ്കിൽ ബാക്കി വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 36.8 ഡിഗ്രി. ഇതാണ് നമ്മൾ വെലോസിറ്റി വെക്ടർ ഡയഗ്രാം. 3 ക്രാങ്ക് ഉണ്ട്, കണക്റ്റിംഗ് റോഡ് ഉണ്ട്, പിസ്റ്റൺ ഉണ്ട്. ക്രാങ്കിൻ്റെ വെലോസിറ്റികളുടെ ഒരു ഡയഗ്രാമാണ് വരച്ചത്, ഒരു ട്രയാങ്കുലർ ഫോമിൽ കിട്ടി. ഇതിനെ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ സൈൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഒരു ട്രയാങ്കിളുടെ ഒരു സൈഡ്, ദാറ്റ് ഈസ് ഈ ട്രയാങ്കിളുടെ ഈ സൈഡ് എന്ന് പറയുന്നത് VAB ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ. ഈ VABൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 60 വിച്ച് ഇസ് ഈക്വൽ ടു അടുത്തത് VOA ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് VOAൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 83.107 വിച്ച് ഇസ് ഈക്വൽ ടു VB ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് VBൻ്റെ ഓപ്പോസിറ്റിൽ 36.8 ഡിഗ്രി. ഇതിൽ നമുക്കൊരു വാല്യൂ മുന്നേ കിട്ടിയിട്ടുണ്ട്. VOAൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ 3.77. ഇനി എന്ത് ചെയ്യുക? ഈ രണ്ട് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക, പിന്നെ ഈ രണ്ട് ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? VAB ഡിവൈഡഡ് ബൈ സൈൻ 60 ഈസ് ഈക്വൽ ടു 3.77 ഡിവൈഡഡ് ബൈ സൈൻ 83.107. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് VAB ഈസ് ഈക്വൽ ടു 3.29 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കുക, വെലോസിറ്റീസ് എല്ലാം മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും, ഒമേഗകളെല്ലാം റേഡിയൻസ് പെർ സെക്കൻഡിലായിരിക്കും. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ അത്രയും മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. അടുത്തത് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് 3.77 ഡിവൈഡഡ് ബൈ സൈൻ 83.107 ഇസ് ഈക്വൽ ടു VB ഡിവൈഡഡ് ബൈ സൈൻ 36.8, ഫ്രം വിച്ച് VB ഇസ് ഈക്വൽ ടു 2.28 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് VAB കിട്ടിയോ, VB കിട്ടി. ഇനി ഒരു വാല്യൂ കൂടി കണ്ടുപിടിക്കാണ്ട്, ദാറ്റ് ഈസ് നമുക്കറിയാം VAB കിട്ടിക്കഴിഞ്ഞാൽ VABൻ്റെ സെറ്റിൽ തന്നെ ഉള്ളതാണ് ആംഗുലാർ വെലോസിറ്റി ഓഫ് AB. കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഇതിനുള്ള ഇക്വേഷനാണ് എന്ത്? VAB ഈസ് ഈക്വൽ ടു നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ AB ഇൻറ്റു ഒമേഗ AB. ആ സെറ്റിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിയാൽ അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് VABൻ്റെ വാല്യൂ 3.29 ഇസ് ഈക്വൽ ടു AB എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്ത് 0.5 ഇൻറ്റു ഒമേഗ AB. ഇത് നമുക്ക് ഒമേഗ AB ഇസ് ഈക്വൽ ടു 6.57 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട 5 വാല്യൂസായി: ഒമേഗ AB, VAB, VB, പിന്നെ അപ്പുറത്ത് നമ്മൾ കണ്ടുപിടിച്ച ഒമേഗ OA ആൻഡ് VOA. ഏറ്റവും നല്ലത് ലാസ്റ്റ് കിട്ടുന്ന ഈ ആൻസേഴ്സ് ഒന്ന് എടുത്തെഴുതുന്നതാണ്. 5 വാല്യൂസാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഷോർട്ട് ഫോമും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇവിടെ വെലോസിറ്റി വെക്ടർ ഡയഗ്രാം വരച്ചത് ഇങ്ങനെ ഓരോ ഫിഗറിൽ ഓരോ ആംഗിൾ നോക്കിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ക്രാങ്കിൻ്റെ വെലോസിറ്റി, ക്രാങ്ക് OA എന്ന് പറയുന്നത് ക്രാങ്കാണ്. ക്രാങ്കിൻ്റെ വെലോസിറ്റിയിലെ ഈ ആംഗിൾ എന്ന് പറയുന്നത്
ഓൾവേസ് 90 മൈനസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ക്രാങ്ക് ഹൊറിസോണ്ടലിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഇത് 45 ആണെങ്കിൽ ഇവിടെ 90 മൈനസ് 45 ആയിരിക്കും. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 90 മൈനസ് 60 ആയിരിക്കും. ദാറ്റ് ഈസ് 90 മൈനസ് തീറ്റ ആയിരിക്കും. കണക്റ്റിംഗ് റോഡിൻ്റെ വെലോസിറ്റി, അതായത് VAB ൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? 90 മൈനസ് 5 ആയിരിക്കും. ഇതാണ് 5. 90 നിന്ന് 5ൻ്റെ വാല്യൂ മൈനസ് ചെയ്ത ആംഗിൾ ആയിരിക്കും ഇത് കിട്ടുക. VAB ഉണ്ടാക്കുന്നത് 90 മൈനസ് 5ഉം VOA ഉണ്ടാക്കുന്നത് 90 മൈനസ് തീറ്റയും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രോബ്ലമാണ്. എല്ലാവരും പഠിക്കുന്ന പ്രതീക്ഷിക്കും.